കോട്ടയത്ത് വരുമ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. ഈ ഒന്ന് സാക്ഷരത ആദ്യം കിട്ടിയ ഒരു നഗരമാണ്. ആൾക്കാർക്ക് രാഷ്ട്രീയ ബോധവും അതേപോലെ തന്നെ സാംസ്കാരിക ബോധവും ഒക്കെ ഉള്ളൊരു ജില്ലയാണ്. ഓരോ ജില്ലയ്ക്കും ഒരു പ്രത്യേകതയുണ്ടല്ലോ. നമ്മളതിനെ അക്ഷര നഗരി എന്ന് വിളിക്കുന്നു. ഈ ക്യാമ്പസിൽ വരുമ്പോഴും അങ്ങനെ ഒരു ഫീൽ ഉണ്ട് അല്ലേ? ബെഞ്ചമിൻ ബെയ്ലിയുടെ അച്ചുകൂടത്തിന്റെ ഒരു വലിയ പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്ന്. നമ്മുടെ ഇന്ന് ആധുനിക രീതിയിൽ പുറത്തിറങ്ങുന്ന എല്ലാ അച്ചുകൂടങ്ങളുടെയും പഴയ മോഡൽ കേരളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയ ഒരു നഗരം എന്നുള്ളതിന്റെ പ്രത്യേകതയുണ്ട്. എല്ലാ നഗരത്തിനും നഗരത്തിന്റേതായ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് CMS കോളേജിൽ നടക്കാൻ തീരുമാനിച്ചത് ഏതാണ്ട് 200 വർഷത്തിലേറെ പാരമ്പര്യമുള്ളൊരു കോളേജിന്റെ അകത്തളങ്ങളിൽ പഴയ വിദ്യാർത്ഥികാല ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നടക്കാന്നുള്ളൊരു ആവേശമുണ്ട്. ഈ കേരളത്തിലെ കോളേജുകളുടെ ക്യാൻറ്റീൻ നോക്കൂ. ഇത് ഈ CMS കോളേജിന്റെ ക്യാൻറ്റീൻ എനിക്ക് തോന്നുന്നു നമ്മുടെ KTDCയുടെ ബോൾഗാട്ടി പാലസിന്റെ ക്യാൻറ്റീൻ പോലെയാണ്. ഒന്ന് തിരിച്ചു നോക്കിയാൽ നമ്മൾ ചായ കുടിച്ചല്ലോ, അതിഗംഭീരമായിട്ടുള്ള തയ്യാറെടുപ്പാണല്ലോ സാധാരണ നിലയിലുള്ള കോളേജ് ക്യാൻറ്റീൻ. പക്ഷെ ഇപ്പോഴും CMS കോളേജിന്റെ ആംബിയൻസ്, അന്തരീക്ഷം നല്ലതുപോലെ ആ പഴമയുടെ എല്ലാ സ്വഭാവങ്ങളും ഒരുമിച്ച് നിർത്തി നല്ല വൃത്തിയോടെ നല്ല കൃത്യതയോടുകൂടി പാലിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പ്രിൻസിപ്പാളോട് പ്രത്യേക അഭിനന്ദനം അറിയിച്ചു. കാരണം വളരെ മനോഹരമായി, എന്നാൽ പഴമയുടെ എല്ലാ പാരമ്പര്യവും ദീർഘകാലം മുമ്പ് വന്നിരുന്ന അതേ ക്യാമ്പസിലേക്ക് 1, 2, 3 പുതിയ കെട്ടിടങ്ങൾ വന്നതൊഴിച്ചാൽ പഴമയുടെ എല്ലാ പാരമ്പര്യവും നിലനിർത്തി വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നടക്കുന്നതിൽ സുഖമുണ്ട്. ഇന്നിപ്പോ ഇതിനിടയ്ക്ക് പത്രമൊക്കെ വായിക്കാനുള്ള സമയം കിട്ടുമല്ലോ? കിട്ടും. എല്ലാത്തിനും സമയം അനുവദിച്ചു കൊടുത്തു പോയാൽ ഇതങ്ങ് മുട്ടുള്ളൂ. അപ്പൊ വാർത്തയൊക്കെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഇന്നിപ്പോ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ട് നമുക്ക് 3 പത്രങ്ങളുണ്ട്: മനോരമ, മാതൃഭൂമി, പിന്നെ ദേശാഭിമാനി. ഈക്വലി കോമ്പൻസേറ്റഡ്. അപ്പോ പ്രധാനപ്പെട്ട വാർത്ത ഈ സുരക്ഷാ വീഴ്ച എന്നുള്ളതാണ്. ഇന്നലെ നടുങ്ങിയിരുന്നു ആ വാർത്ത വരുന്ന സമയത്ത്. തീർച്ചയായിട്ടും പാർലമെന്റിനകത്ത് അത്തരം ഒരു വലിയ സുരക്ഷാ സംവിധാനം ഉണ്ടാകേണ്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നത് തന്നെ വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണ്ടി വരും ഈ കാര്യത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് ഒരു ഭരണപക്ഷ MP ആണ് ഇതിന് പാസ് കൊടുത്തത് എന്ന് പത്രമാധ്യമങ്ങൾ ഇന്നലെ തന്നെ, പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയാസ് ഇന്നലെ തന്നെ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യത്തിൽ നേരത്തെ പ്രതാപ് സിൻഹ നേരത്തെ അരുൺ റിപ്പോർട്ടർ ചാനലിന്റെ പ്രേക്ഷകരോട് ഉന്നയിച്ചാണെങ്കിലും പറഞ്ഞതുപോലെ മറ്റൊരു തരത്തിൽ ഇത് മാറപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ഒരു സാധാരണ നിലയിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് രാജ്യത്തെ ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ടുള്ളൊരു പ്രതിഷേധമാണ് നടന്നത് എന്നാണ് മാധ്യമങ്ങളിലെല്ലാം കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട. അതും ഖലിസ്ഥാൻ തീവ്രവാദി ഈ പന്നന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. മാത്രമല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പഴയ പാർലമെന്റിൽ നിന്ന് രാജ്യത്തിന്റെ 75ാം വാർഷികത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പോയപ്പോൾ അതിന്റെ ആദ്യത്തെ പൂജ മുതൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞിരുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ മറ്റു പാർലമെന്റിൽ ഉണ്ടായതുകൊണ്ട് ഒരു സുരക്ഷാ വീഴ്ചയും വരാത്ത വിധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളെയും കാത്തുസൂക്ഷിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു കെട്ടിടം പണിയുന്നു എന്നുള്ളതാണ്. കെട്ടിടം പണിയുന്നതിലൊന്നും തർക്കമില്ല. പക്ഷെ അതായിരുന്നു പ്രഖ്യാപനം. എന്നിട്ടും ഇത്തരം ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ളത് വളരെ ഗ്യാസ് കാനിസ്റ്ററിനകത്ത് ഗ്രനേഡോ അതല്ലെങ്കിൽ അതിനകത്ത് പോയിസണസ് ഗ്യാസോ ആയിരുന്നെങ്കിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുകയില്ല എന്ന് മാത്രവുമല്ല, ഇത്രയും ദുർബലമാണോ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ എന്ന് തോന്നില്ലേ? നമ്മളിന്ന് കാണുന്ന പാർലമെന്റിന്റെ ചിത്രങ്ങളിൽ തന്നെ കാണുന്ന ഉയരുന്ന മഞ്ഞപ്പുക യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ പാർലമെന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ വിശ്വസ്തത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സുരക്ഷ ഇങ്ങനെ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന അന്യരാജ്യങ്ങളിൽ പോലും ചർച്ച വരാവുന്ന വിധത്തിൽ. കാരണം ഒരു പാർലമെന്റിനകത്ത് അല്ല ഒരു രാജ്യത്തിനകത്ത് അതിർത്തി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നിയമനിർമ്മാണം നടത്തുന്ന ഇന്ത്യയുടെ ലോകസഭ. ആ നിയമനിർമ്മാണം നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 549 അംഗങ്ങൾ മാത്രമുള്ളൊരു പാർലമെന്റിനകത്തേക്ക് ഇത്ര സുഖകരമായി നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ പ്രത്യേകമായ ഗ്യാസ് ഉൾപ്പെടെ കൊണ്ട് കടക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഗുരുതരമാണ്. ഇന്ന് പത്രങ്ങളുടെ പ്രധാന തലക്കെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് വീണ്ടും പാർലമെന്റിൽ വൻ സുരക്ഷാ വീഴ്ച എന്നതാണ്. 2001 അപകടം നടക്കുന്നത്, ആക്രമണം നടക്കുന്നത്. അന്ന് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച കാറാണ് അന്ന് സുരക്ഷാ വീഴ്ചയിൽ വരുന്നത്. 9 പേരാണ് കൊല്ലപ്പെട്ടത്.